ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഗംഗയുമായുള്ള കല്യാണം നടക്കില്ലെന്നറിഞ്ഞ വിനീത് സങ്കടം സഹിക്കാൻ കഴിയാതെ രാത്രി വൈകിയും തൻ്റെ തയ്യൽ കടയിലിരുന്ന് നിർത്താതെ തയ്ച്ചുകൊണ്ടിരിക്കുക. കടയടയ്ക്കണ്ടേ, മറ്റുള്ള കടകളെല്ലാം അടച്ചടാ, സമയം ഒരുപാടായി എന്ന് സലീമിക്ക ഓർമ്മിപ്പിക്കും. അടിച്ചു തീർന്നില്ല, ഇക്ക പോയിക്കോ, ഞാനിതൊക്കെ അടിച്ചിട്ടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിനീത് അവിടെ ഇരുന്ന് തയ്ച്ചുകൊണ്ടിരിക്കുക. അതുകൾക്ക് സലീമിക്കയും താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും പെയിന്റർ ചേട്ടനും വെള്ളമടിച്ച് ആടിക്കുഴഞ്ഞ് അങ്ങോട്ടെത്തുകയാ. എങ്ങോട്ടാന്ന് ഇക്ക ചോദിക്കുമ്പോൾ എനിക്ക് വിനീതിനെ ഒന്ന് കാണണമെന്ന് അയാളും. എന്തിനാ വിനീതിനെ കാണുന്നേ? ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങാനോ? ഗംഗയുടെ പേരും പറഞ്ഞ് എല്ലാരും പറ്റിച്ചോണ്ടിരിക്കുക വിനീതിനെ. കൊടുക്കാം ആ പെണ്ണിനും അച്ഛനും ഒക്കെ വിനീത് കറിവേപ്പിലയായി. മനസ്സും ഹൃദയവും ഒക്കെ തകർന്ന് ഒരു പാവം പോലെ വിനീത് അവിടെ ഇരുന്ന് മെഷീൻ ചവിട്ടുന്നു. ചെന്ന് അങ്ങോട്ട് കൊത്തി വലിക്ക്, കഴുകന്മാരെ പോലെ എന്നിക്ക പറയുമ്പോഴേക്കും വിനീതിന്റെ ചേച്ചിയും അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. നീ എന്തൊക്കെയാടാ ഈ പറയുന്നതെന്ന് പെയിന്റർ ചേട്ടൻ ചോദിക്കുമ്പോ ഗംഗയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുക, നാളെ പെണ്ണ് കാണാൻ ആള് വരും എന്നിക്ക പറയുന്നതും ശ്രദ്ധിച്ചോണ്ട് അവന്റെ ചേച്ചിയും അപ്പുറത്ത് മാറി നിൽപ്പുണ്ട്. എടാ വിനീതിന്റെ പെണ്ണല്ലേടാ ഗംഗ എന്ന് പെയിന്റർ ചേട്ടൻ ചോദിക്കും. അതാ പെണ്ണിനും കൂടി തോന്നണ്ടേ, ഗംഗയ്ക്ക് വിനീതിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ലെന്ന് ഗംഗയുടെ അച്ഛൻ വിനീതിനെ വിളിച്ചു വരുത്തി ഗംഗയുടെ മുന്നിൽ വെച്ച് പറഞ്ഞെന്ന് ഇക്ക പറയുമ്പോ ഇനിയിപ്പോ എന്താടാ ചെയ്യണ്ടേ, ഞാൻ ചെന്നൊന്ന് ആശ്വസിപ്പിക്കട്ടെ മാറെന്ന് പറഞ്ഞ് ആ ചേട്ടൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒന്നും വേണ്ട, ആശ്വസിപ്പിച്ച സങ്കടം കൂടുകയുള്ളൂ ആ പാവത്തെ. സങ്കടം തീർക്കാൻ നിർത്താതെ തയ്ച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്ക് രണ്ടെണ്ണം അടിക്കാതെ ഉറക്കം വരില്ലല്ലോ. കയ്യിലുള്ള സാധനമാണെങ്കിൽ തീരുകയും ചെയ്ത് ബാറാണെങ്കിൽ പൂട്ടുകയും ചെയ്ത് ഇനിയിപ്പോ എന്ത് ചെയ്യും ഞാനെന്ന് ചോദിച്ച് ആ ചേട്ടനും ടെൻഷനോടെ അവിടെ നിന്ന് നടന്നു പോവുകയാ. അപ്പോഴാണ് അവരുടെ സംസാരവും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്ന വിനീതിന്റെ ചേച്ചിയെ ഇക്ക കാണുന്നത്. ഗീതേച്ചിന്ന് ഇക്ക വിളിക്കുമ്പോ നീ പോവാൻ ഇറങ്ങിയതല്ലേ, പോയിക്കോ എന്ന് ഗീതേച്ചി. താൻ കുറച്ചു കഴിഞ്ഞ് പോയിക്കോളാമെന്ന് ഇക്ക പറയുന്നുണ്ടെങ്കിലും ഗീതേച്ചി ഇക്കയെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാ. ഗീതേച്ചി കടയിലേക്ക് ചെല്ലുമ്പോഴേക്കും കാണുന്നത് സങ്കടത്തോടെ നിർത്താതെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന വിനീതിനെയാണ്. ദേഷ്യത്തോടെ ഡാ എന്ന് വിളിക്കുമ്പോഴേക്കും ജോലിയുണ്ടേച്ചി എന്ന് വിനീതും തയ്ക്കൽ നിർത്തിക്കൊണ്ട് പറയുക. വീണ്ടും അവൻ തയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും ഗീതേച്ചി തടഞ്ഞോണ്ട് ഇനി നാളെ നിർത്തിയിട്ട് വാ എന്ന് പറയുമ്പോൾ ചേച്ചി എന്റെ മനസ്സിലെന്തോ വിഷമം പോലെ എന്ന് വിനീതും പറയുന്നുണ്ട്. അതൊക്കെ ശരിയായിക്കോളും, നീ വീട്ടിലേക്ക് വാ, ഞങ്ങളൊക്കെ ഉണ്ട് നിന്റെ കൂടെ എന്ന് അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഗീതേച്ചി അവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോവുകയാ. അവിടെ സ്നേഹതീരത്തെ ബെഡ്റൂമിൽ ഇളക്കിയ തുണിയെല്ലാം മടക്കിക്കൊണ്ടിരിക്കുക ഗംഗ. യമുന കട്ടിലിൽ പുസ്തകം വായിച്ചോണ്ടിരിപ്പാ. അടുത്തു തന്നെ നിളയും മൊബൈൽ നോക്കിക്കൊണ്ട് കിടപ്പുണ്ട്. നിള ഗംഗേച്ചിയോടായി സിൻഡ്രല്ലയുടെ കഥ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഏത് സിൻഡ്രല്ല എന്ന് ഗംഗയും. പുഷ്പവാടിയിൽ തട്ടുകട നടത്തുന്ന സിൻഡ്രല്ല ചേച്ചിക്ക് അറിയാമെങ്കിൽ പറഞ്ഞതാ എന്ന് നിള പറയുമ്പോൾ തനിക്കൊന്നും അറിയില്ലെന്ന് ഗംഗയും. എന്റെ ഗംഗേച്ചി ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതല്ലേ, ഗംഗേച്ചി മറന്നോന്ന് യമുന ചോദിക്കും. നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസവും പഠിത്തവും ഒന്നും എനിക്കില്ല എന്ന് ഗംഗയും. അല്ല നിനക്ക് എവിടുന്ന് കിട്ടി ഈ സിൻഡ്രല്ലയെ എന്ന് യമുന നിളയോടായി ചോദിക്കുമ്പോൾ ഒരു ഗെയിമിൽ കണ്ടതാന്ന് നിളയും. ഒരു അടിപൊളി സ്റ്റോറിയാ സിൻഡ്രല്ലയുടേത്. ഒരു ദരിദ്രയായ പെൺകുട്ടി ഒരു രാജകുമാരനെ കല്യാണം കഴിച്ച കഥ എന്ന് പറഞ്ഞ് യമുന കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇവൾക്ക് നിളയും ആവശ്യത്തോടെ പറയെന്ന് പറഞ്ഞ് അവളുടെ മടിയിലേക്ക് കയറി കിടക്കുക. ഒരു പാവം പെൺകുട്ടിയായിരുന്നു സിൻഡ്രല്ല. അവൾ കുട്ടിയായിരുന്നപ്പോഴേ അവളുടെ അമ്മ മരിച്ചു. അച്ഛൻ രണ്ടാമതും കല്യാണം കഴിച്ചു. ഭയങ്കര ദുഷ്ടയായിരുന്നു രണ്ടാനമ്മ. ദുഷ്ട എന്ന് പറഞ്ഞ എന്ന് യമുന പറയുമ്പോഴേക്കും പാലുമായി കാവേരിയും അങ്ങോട്ടെത്തുകയാണ്. നിളയും ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് ഈ പാല് എടുത്തു കൊടുത്ത ആളെ പോലെയല്ലേ എന്ന് യമുനയോടായി ചോദിക്കുന്നുണ്ട്. നമ്മുടെ അമ്മയെയാണോ പറഞ്ഞേ എന്ന് യമുന ചോദിക്കുമ്പോൾ പിന്നെ വേറെ അറിയാ എന്ന് നിളയും. ഇവളെന്താടി പറയുന്നേ എന്ന് ചോദിച്ച് കാവേരിയും ആ ബെഡിലേക്ക് ഇരിക്കുക. നമ്മുടെ സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയെ പോലെ ദുഷ്ടയാണ് നമ്മുടെ അമ്മയെന്ന് തിരിയോടെ യമുന പറയുമ്പോൾ ആയിക്കോട്ടെ, നീ അതിന്ന് ഒരു തുള്ളിയെങ്കിലും കളഞ്ഞ സിൻഡ്രല്ലയെ പോലെ ചാരക്കൂട്ടിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് കാവേരിയും ഓർമ്മിപ്പിക്കുക. അയ്യോ വേണ്ട വേണ്ട, അമ്മേനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് പറഞ്ഞ് നിള ആ പാൽ മുഴുവൻ കുടിക്കുക. പാൽ ഗ്ലാസ് വെച്ചോണ്ട് ഇനി ബാക്കി പറഞ്ഞു തന്നെ എന്ന് നിള പറയുമ്പോഴേക്കും യമുനയും സിൻഡ്രല്ലയുടെ കഥ മുഴുവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കഥ പറഞ്ഞു നിർത്തുമ്പോഴേക്കും എന്നിട്ടെന്ന് നിള ചോദിക്കുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് രാജകുമാരനും സിൻഡ്രല്ലയും സുഖമായി ജീവിച്ചെന്ന് യമുന പറയുന്നത് കേൾക്കെ ഗംഗയും ചിരിയോടെ എന്തോ ആലോചിച്ചിരിപ്പാ. അവളോടായി ഗംഗേച്ചി എന്താ വിനീതേട്ടനെ കല്യാണം കഴിക്കാത്തെ, വിനീതേട്ടൻ നല്ല പയ്യനല്ലേ എന്ന് നിള ചോദിക്കുമ്പോൾ എന്നാ പിന്നെ നീ തന്നെ കെട്ടിക്കോന്ന് ഗംഗയും. പുതിയ പയ്യനേക്കാൾ കുറച്ചുകൂടി നല്ലത് വിനീതേട്ടൻ തന്നെയാണെന്നാ എനിക്ക് തോന്നിയതെന്ന് യമുനയും പറയുന്നുണ്ട്. അതിന് പുതിയ ആളെ നീ എപ്പോഴാ കണ്ടെന്ന് ഗംഗയും. ഫോട്ടോയിൽ കണ്ടല്ലോ എന്ന് യമുന ചോദിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ തന്നെ കെട്ടിക്കോ വിനീതേട്ടനെ എന്ന് ഗംഗയും. അല്ല കല്യാണം കഴിഞ്ഞ ഉടനെ ഗംഗേച്ചി ദുബായിലോട്ട് പോകുമെന്ന് നിള ചോദിക്കുമ്പോൾ അങ്ങനെ ഉടനെയൊന്നും പോവില്ല, ഈ മലകള് നമുക്ക് ചുറ്റിയും കെട്ടിയ ഒരു കോട്ടയുണ്ടല്ലോ, ആദ്യം അതിന്ന് വെളിയിൽ ചാടും, പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാവുന്നത്ര കാഴ്ചകളും നാടുകളും കാണും. അങ്ങനെ കണ്ട് കൊതി തീർന്നു എന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങ് പറക്കും ദുബായിലേക്ക്, സ്വപ്നങ്ങളുടെ നഗരിയിലേക്ക് എന്നവൾ പറയുന്നത് കേൾക്കെ ഗംഗേച്ചി പിന്നെ ഞങ്ങളെ കാണാനൊന്നും വരില്ലേന്ന് നിള ചോദിക്കുന്നുണ്ട്. പിന്നെ ഉറപ്പായും വരുമെന്ന് ഗംഗ പറയുമ്പോൾ എപ്പോഴാ? അച്ഛനെ പോലെ 5 വർഷത്തിലൊരിക്കലോ എന്ന് കാവേരിയും. അല്ല, വർഷത്തിൽ ഒരു തവണ വരും. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡ്രസ്സ്, ചോക്ലേറ്റ്, ആഭരണങ്ങള്, പിന്നെ എന്നെ കൊണ്ട് എന്തെല്ലാം സാധിക്കോ അതെല്ലാം കൊണ്ടുവരുമെന്ന് ഗംഗയും. അപ്പോഴാണ് അല്ല ചേച്ചി
ഈ ദുബായ് എന്ന് പറയുന്നത് എവിടെയാന്ന് നില ചോദിക്കുന്നത്. നമ്മളാരും കണ്ടിട്ടില്ല. പക്ഷേ സിൻഡ്രല്ലയെ കല്യാണം കഴിച്ച രാജകുമാരന്റെ രാജ്യമുണ്ടല്ലോ, സ്വപ്നത്തിലെ അതുപോലൊരു രാജ്യം തന്നെയാ എന്റെ കൺമുന്നില്. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമൊക്കെ പൂവിട്ട് വളരുന്നൊരു ലോകം എന്ന് പറഞ്ഞ് ഗംഗയും ചിരിയോടെ ആലോചനയോടെ ഇരിപ്പാ. രാവിലെ ആവുമ്പോ അരവിന്ദൻ ഡൈനിങ് ടേബിളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും യമുന ചായയുമായി വരുന്നുണ്ട്. വളച്ചന് ചായ കൊടുത്തോണ്ട് ചെറുക്കം കൂട്ടര് എപ്പോഴാ അച്ഛാ വരുന്നെന്ന് ചോദിക്കുമ്പോ വൈകിട്ട് വരുമെന്ന് അച്ഛനും. അവര് സമയം പറഞ്ഞില്ലെന്ന് യമുന ചോദിക്കുമ്പോ ഒരു 4 മണിയാവുമ്പോ വരുമെന്ന് ജയപാലൻ പറഞ്ഞതെന്ന് അച്ഛനും. അച്ഛൻ അമ്മയെ വിളിക്കാനായി പറയുമ്പോഴേക്കും യമുന അച്ഛനെ വിളിക്കാനായി അകത്തേക്ക് പോവുകയാ. ശാരദ അങ്ങോട്ട് വന്നിരുന്ന് എന്താ അരവിന്ദേട്ടാന്ന് ചോദിക്കുമ്പോ ശാരദെ സുജാതയോടൊന്ന് പറയണ്ടേന്ന് അരവിന്ദേട്ടനും ചോദിക്കുക. ഞാൻ ഇക്കാര്യം ആലോചിക്കാത്തതല്ല അരവിന്ദേട്ടാ, അരവിന്ദേട്ടന്റെ അനിയത്തിയുടെ സ്വഭാവം അറിയാലോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ വിനീതിന് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ, അതുപോലെ സുജാതയോടും സംസാരിക്കണം. എന്തായാലും സംസാരിക്കണമല്ലോ. ഈ പുഷ്പവാടിയിൽ നമുക്ക് രക്തബന്ധമെന്ന് പറയാൻ സുജാതയും വിനീതും മാത്രമേ ഉള്ളൂ. ഗംഗയെ പെണ്ണു കാണാനായി വരുമ്പോ അവരോടൊന്ന് പറയണ്ടേ എന്തായാലും എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം, ഞാൻ ഈ സാരിയൊക്കെ മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞ് ശാരദ എഴുന്നേൽക്കുമ്പോഴേക്കും എന്തിനാ സാരി മാറ്റുന്നേ, ഇവിടെ തൊട്ടടുത്തല്ലേ, സമയം കളയാതെ പോയിട്ട് വരാമെന്ന് അരവിന്ദേട്ടൻ പറയുമ്പോൾ എന്നാ പിന്നെ ഇത് മതിയെങ്കിൽ മതിയെന്ന് പറഞ്ഞ് ശാരദയും അരവിന്ദനും കൂടി സുജാതയുടെ വീട്ടിലേക്ക് പോവുകയാ. മുറ്റത്തെത്തി ചെരുപ്പിടുമ്പോഴേക്കും സുജാത അവിടെ കാണുമോ എന്തോ, ഇനി തൊഴിലുറപ്പനെങ്ങാനും പോയിട്ടുണ്ടാവോ എന്ന് ശാരദ ചോദിക്കുമ്പോൾ അബദ്ധം പറ്റി, ഇന്നലെ പറയേണ്ടതായിരുന്നു എന്ന് അരവിന്ദനും. അപ്പോഴാണ് കലിയിളകി സുജാത അങ്ങോട്ട് എത്തുന്നത്. ഞങ്ങൾ നിന്നെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു, വാ അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവർ വിളിക്കുമ്പോഴേക്കും അകത്തുനിന്ന് വരികയായിരുന്ന അച്ചമ്മയും എടി സുജാതെ നീ അറിഞ്ഞില്ലേ, വിനീത് നിന്നോട് പറഞ്ഞില്ലേ ഗംഗയ്ക്ക് വേറെ ചെറുക്കനെ നോക്ക ഇവര് എന്ന് സിറ്റൗട്ടിലെത്തിയ അച്ചമ്മയും പറയുന്നുണ്ട്. സുജാതെ എന്താ എടുക്കേണ്ടത് കുടിക്കാനെന്ന് ശാരദ ചോദിക്കുമ്പോൾ വിഷമിരിപ്പുണ്ടെങ്കിൽ എടുക്കെന്ന് സുജാതയും ദേഷ്യത്തോടെ പറയുകയാണ്. മുറ്റത്തെ ബഹളമെല്ലാം കേട്ട് ഗംഗയും അത് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ എന്താ അരവിന്ദേട്ടാ ഞാൻ പറയേണ്ടത്, ഗംഗയ്ക്കുള്ളതാ വിനീതെന്നും വിനീതിനുള്ളതാ ഗംഗയെന്നും പറഞ്ഞല്ലേ കുഞ്ഞുനാള് മുതലേ നമ്മൾ അവരെ വളർത്തിയത്, എന്നിട്ടിപ്പോ പണവും പത്രാസുമായപ്പോ എന്റെ മകനെ നിങ്ങൾക്ക് വേണ്ട എന്ന് സുജാത ദേഷ്യത്തോടെ പറയുമ്പോ എന്ത് വർത്താനാ സുജാത ഈ പറയുന്നേ എന്ന് ശാരദയും ചോദിക്കും. ശാരദേ നിന്നോട് ഞാൻ സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കുന്നത് എന്റെ ഏട്ടനോടാ എന്ന് സുജാത പറയുമ്പോഴേക്കും സുജാതെ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ പലതും പറഞ്ഞിരിക്കും, വളർന്നു വലുതാവുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളുമൊക്കെ വേറെ ആയിരിക്കില്ലേന്ന് അരവിന്ദനും ചോദിക്കുക. എന്റെ മോനെ വേണ്ടാന്ന് ഗംഗ പറഞ്ഞോ എന്ന് സുജാത ചോദിക്കുമ്പോഴേക്കും ഗംഗയും സിറ്റൗട്ടിലേക്ക് എത്തുകയാണ്. സുജാത അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്റെ മോനെ വേണ്ടാന്ന് നീ പറഞ്ഞോടി, നീ പിറന്നു വീഴുമ്പോ എന്റെ മകന് 4 വയസ്സാ, രാത്രി മുഴുവൻ നിർത്താതെയുള്ള കരച്ചിലായിരുന്നു, നീ കരച്ചിലടക്കാൻ എത്ര ദിവസം നിന്നെ തോളത്തിട്ടുണ്ട് അവൻ നടന്നേന്നറിയാമോ, നീ ഉറങ്ങിയിട്ടേ അവൻ ഒരുപോലെ കണ്ണടച്ചിട്ടുള്ളൂ, എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്റെ മോനെ വേണ്ടല്ലേ എന്ന് സുജാത ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും കാവേരിയും യമുനയും സിറ്റൗട്ടിലേക്ക് എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് ചെറുക്കൻ കൂട്ടര് വരും സുജാതെ, ഫോറിൻ പയ്യനാ എന്ന് അമ്മയും സങ്കടത്തോടെ പറയുമ്പോ അരവിന്ദനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് സുജാതയും പൊട്ടും പൊടിയും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടു അരവിന്ദേട്ടാ, എന്നിട്ടും ഇതൊന്നും വിശ്വസിച്ചില്ല, എന്റെ ഏട്ടനല്ലേ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചു, അതിനിടയില് എന്റെ മോനെ വേണ്ടാന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചുവല്ലേ എന്ന് സുജാത ചോദിക്കുമ്പോ സുജാതെ കാര്യങ്ങൾ സംസാരിക്കാനായി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു എന്ന് അരവിന്ദനും. എന്ത് സംസാരിക്കാൻ, ഇന്നലെ പാതിരാത്രി വരെ കടയിലിരുന്ന് തയ്ക്കായിരുന്നു എന്റെ മോൻ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ അവന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുന്നില്ല, അവനെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, സമ്മതിക്കില്ല അരവിന്ദേട്ടാ സമ്മതിക്കില്ല, ഗംഗയെ വിനീത് തന്നെ കല്യാണം കഴിക്കുമെന്ന് സുജാത പറയുമ്പോ അരവിന്ദൻ ഗംഗയെ നോക്കുന്നുണ്ട്. അവളും സങ്കടത്തോടെ അച്ഛനെ നോക്കുകയാ. സുജാതെ വിനീതിനേക്കാൾ നല്ലൊരു ബന്ധം ഞങ്ങൾക്ക് കിട്ടില്ലെന്നറിയാം, പക്ഷേ കുട്ടികളുടെ മനസ്സെന്ന് അരവിന്ദൻ പറയുമ്പോഴേക്കും അപ്പൊ ഗംഗയെ വിനീതിന് കൊടുക്കില്ലെന്നാണോ ഏട്ടൻ പറയുന്നത്, ആണോ, ഞങ്ങൾക്ക് നിങ്ങളുടെ അത്രയും പണമില്ല, വലിയ വീടില്ല, അതുകൊണ്ട് എന്റെ മോനെ വേണ്ടല്ലേ എന്ന് സുജാത ചോദിക്കുക. സുജാതെ ഇവിടെ ആരും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് ശാരദയും. സുജാതയും ദേഷ്യത്തോടെ എന്റെ ഏട്ടൻ ചിന്തിക്കില്ലടി, പക്ഷേ നീ പറഞ്ഞു തിരിക്കും എന്ന് പറയുമ്പോ ദേ തോന്നിയാസം പറയരുത് സുജാത, ഇതിനെ ഞങ്ങൾ മോനെ പോലെ കണ്ടിട്ടുള്ളൂവെന്ന് ശാരദയും. അപ്പോഴേക്കും സുജാത നെഞ്ചത്തടച്ച് നിലവിളിച്ച് എന്റെ ദൈവമേ എനിക്ക് മരിച്ചാ മതി, എന്നെ കൊല്ല് ഈശ്വര, ഞാൻ ആരോട് ചെന്ന് പറയും, ഇനി ആരോട് ചെന്ന് പറയും, എനിക്കിനി ജീവിക്കണ്ടായേ, ചതിച്ചല്ലോ, ചതിച്ചു കളഞ്ഞല്ലോ അരവിന്ദേട്ടാ, നിങ്ങൾ എന്നെയും എന്റെ മോനെയും, എന്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതികേട് വരുമായിരുന്നോ, ആരുമില്ലെങ്കിലും നിനക്ക് ഞാനുണ്ടെന്ന് പറഞ്ഞ് ഏട്ടനല്ലേ എന്റെ കഴുത്തറുത്ത് കളഞ്ഞത്, എനിക്ക് ആരുമില്ലാതായി പോയല്ലോന്നും പറഞ്ഞ് സുജാത അവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് നിലവിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് വിനീത് അങ്ങോട്ട് വരുന്നത്. അവളെ പിടിച്ചു നിർത്താൻ ചെന്ന അരവിന്ദനെയും ശാരദയെയും അവൾ തട്ടിത്തെറിപ്പിച്ച് കഴിഞ്ഞതൊന്നും മറക്കില്ല അരവിന്ദേട്ടാ, എന്റെ കെട്ടുതാലി പണയം വെച്ച ഏട്ടനെ ഗൾഫിലേക്ക് പോവാനുള്ള പണം ഒപ്പിച്ചത്, അതിനുശേഷം നിങ്ങൾക്ക് കെട്ടിയോളും കൊട്ടാരവും ഒക്കെ ഉണ്ടായതെന്ന് സുജാത പറയുമ്പോഴേക്കും അമ്മയെന്ന് വിളിച്ചു നീതും അങ്ങോട്ടെത്തി അമ്മയെ പിടിച്ചോണ്ട് പോവാൻ നോക്കുക ഇടാന്നും പറഞ്ഞ് അവനെയും തട്ടി മാറ്റിക്കൊണ്ട് ഈ നിൽക്കുന്നവൻ ഈ വീട്ടിലെ കാവൽ പട്ടിയായിരുന്നു, ഇവനുള്ളതുകൊണ്ടാ ഏട്ടന്റെ ഭാര്യയും 4 മക്കളും മനസ്സമാധാനത്തോടെ ഇവിടെ കിടന്നുറങ്ങിയത്, ഇവിടെ ഒരു ബൾബ് ഫ്യൂസായ മാറ്റാൻ ഇവൻ വേണം, മോട്ടോർ കേടായ വെള്ളം കോരണം, ഓട് പൊട്ടിയാ മാറ്റിയിടണം, 10 പൈസ കൂലിയില്ലാതെ പട്ടിയെ പോലെയാ എന്റെ മകൻ ഇവിടെ പണിയെടുത്തത്,
ഒടുക്കം മകളുടെ കല്യാണക്കാര്യം വന്നപ്പോ എന്റെ മോനെ വേണ്ടല്ലേ നമ്മ പറയുന്നത് കേൾക്കെ വിനീത് വീണ്ടും അമ്മയെ പിടിച്ചോണ്ട് പോവാൻ നോക്കുക. അപ്പോഴേക്കും അമ്മയും ഭർത്താവ് പോലും ഇല്ലാത്തവളാ അരവിന്ദ. അവളുടെ കണ്ണീർ ഇവിടെ വീഴ്ത്തരുതെന്ന് പറയുമ്പോഴേക്കും സുജാത വീണ്ടും വിനീതിനെ വിടിച്ചുകൊണ്ട് ഗംഗയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് എന്റെ കണ്ണീരിൽ തൊട്ട് ഞാൻ പറയാ, നീ ആരെ കല്യാണം കഴിച്ചാലും ഗുണം പിടിക്കില്ലടി എന്ന് ശപിക്കുമ്പോഴേക്കും അത് കേട്ട ശാരദയും എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നു. സുജാതയും ദേഷ്യത്തോടെ മൊത്തം തുലഞ്ഞു പോവത്തേയുള്ളൂ, ഈ കല്യാണം നടക്കുന്നത് എനിക്കിവിടെ ഒന്ന് കാണണമല്ലോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ വീട്ടിൽ കയറി വന്ന് പിള്ളേരെ പ്രാകുന്നു എന്ന് ശാരദയും ചോദിക്കുക. നിലത്തുനിന്ന് കുറച്ച് മണ്ണ് വാരിയെടുത്ത് എറിഞ്ഞുകൊണ്ട് മുടിഞ്ഞു പോവുകയുള്ളൂ അരവിന്ദേട്ടൻ. എല്ലാ മുടിയും ഏട്ടന് വേണ്ടി പണയം വെച്ച എന്റെ കെട്ടുതാലി സത്യം എന്ന് സുജാത അവിടെ കിടന്ന് നിലവിളിച്ച് ശപിക്കുമ്പോഴേക്കും വിനീതെ കൂട്ടിക്കൊണ്ടുപോയ അമ്മയെ എന്ന് ശാരദയും പറയുന്നുണ്ട്. അമ്മയെ ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നു പറഞ്ഞ് വിനീത് വീണ്ടും അമ്മയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴേക്കും സുജാത വീണ്ടും അവന്റെ പിടിവിടിവിച്ച് അരവിന്ദേട്ടനോടായി, അരവിന്ദേട്ട നിങ്ങൾ എനിക്കിനി ഏട്ടനുമല്ല, ഞാൻ ഏട്ടന്റെ അനിയത്തിയുമല്ല, ഇനിയൊരു ബന്ധവുമില്ല. ഏട്ടൻ ഞങ്ങളെ നോക്കി ചിരിച്ച പോലെ ഈ നാട്ടുകാര് മൊത്തം ഏട്ടനെ നോക്കി കരയും. കുറിച്ചു വെച്ചോ ശാരദേ എന്ന് വീണ്ടും ശപിക്കുമ്പോഴേക്കും വിനീതെ നീ കൊണ്ടുപോകുന്നുണ്ടോ നിന്റെ അമ്മയെന്ന് ശാരദയും ചോദിക്കുന്നുണ്ട്. വിനീത് അപ്പോഴേക്കും തന്റെ അമ്മയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അവിടെ വിനീതിന്റെ വീട്ടിൽ ഡൈനിങ് ടേബിളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന മകൾ പൊന്നുവിനെ വഴക്കു പറയുകയാണ് വിനീതിന്റെ ചേച്ചി ഗീത. എന്നാ താൻ വെളിയിൽ പോയി കളിച്ചോട്ടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ വെളിയിലൊന്നും പോണ്ട, മണിൽ കളിച്ച് ദേഹം മൊത്തം അഴുക്കാക്കാനല്ലേ എന്ന് അമ്മയും. അമ്മ ഇതെന്തമ്മയാ, വെളിയിൽ പോയി കളിക്കാനും സമ്മതിക്കില്ല, അകത്തിരുന്ന് കളിക്കാനും സമ്മതിക്കില്ല എന്ന് പൊന്നു പരിഭവത്തോടെ പറയുമ്പോൾ അമ്മമ്മ പൊന്നുവിനെ കേക്കും ഐസ്ക്രീമും ഒക്കെ മേടിച്ചോണ്ട് വരുമല്ലോ എന്ന് ഗീതയും പറയുന്നുണ്ട്. അപ്പോഴാണ് ദേഷ്യത്തോടെ സുജാതയും പുറകെ വിനീതും അങ്ങോട്ടെത്തുന്നത്. അമ്മമ്മയെ കേക്ക് എന്ന് പൊന്നു വിളിച്ചു പറയുമ്പോൾ ഒന്ന് പോകൊച്ചേ എന്ന് പറഞ്ഞ് സുജാത അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും മോള് പുറത്തു പോയി കളിച്ചോന്നും പറഞ്ഞ് പൊന്നുവിനെ വിനീത് പുറത്തേക്ക് പറഞ്ഞയക്കുക. ഡൈനിങ് ടേബിളിൽ ടെൻഷനോടെ ഇരിക്കുന്ന അവനോടായി എന്താടാ വിനീത് എന്ന് ഗീത ചോദിക്കുമ്പോൾ അമ്മാവന്റെ വീട്ടിൽ കയറി ചെന്ന് വലിയ പ്രശ്നമുണ്ടാക്കി, ഞാൻ ഒരു വിധത്തിലാ കൂട്ടിക്കൊണ്ട് വന്നേന്ന് അവനും പറയുന്നുണ്ട്. പിന്നെ പ്രശ്നമുണ്ടാക്കാതെ കുറച്ച് കാശ് വന്നു കഴിഞ്ഞപ്പോ വലിയ മുതലാളിമാരായോ, അവരോട് ആദ്യം കൊമ്പത്തൊന്ന് താഴെ ഇറങ്ങി വരാൻ പറ എന്ന് ചേച്ചി പറയുമ്പോ ചേച്ചിയും കൂടെ അതൊന്ന് അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കല്ലേന്ന് വിനീതും. വലിയ ചതിയല്ലേ അവര് കാണിച്ചത്, ഗംഗയും നീയുമായുള്ള ബന്ധം മുന്നേ പറഞ്ഞു വെച്ചതാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇപ്പൊ അവര് വാക്ക് മാറിയാ നിനക്ക് എന്തേലും കാര്യമായ പ്രശ്നമുണ്ടെന്നല്ലേ അവര് വിചാരിക്കൂ എന്ന് ചേച്ചി ചോദിക്കുമ്പോ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് എന്തിനാ ചേച്ചിന്ന് വിനീതും ചോദിക്കുക. അപ്പോഴാണ് ഒരു വെട്ടുകത്തിയുമായി സുജാത അങ്ങോട്ട് വരുന്നത്. വിനീതിനോടായി ഡാ, ഈ മടവാൾ ഏതാണെന്ന് നിനക്കറിയാമോ? നിന്റെയും ഇവളുടെയും ഒക്കെ അച്ഛൻ മരിക്കുമ്പോ എനിക്ക് നല്ല പ്രായം, അഴകും ആരോഗ്യവുമുള്ള ഒരു പെണ്ണിനെ 2 പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ കാട്ടുമുക്കിൽ സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും ഞാൻ എന്റെ ഏട്ടന്റെ അരികിലേക്ക് പോയില്ല. മരുമകളെയും മക്കളെയും കെട്ടിപ്പിടിച്ച് കൂടെ ഇരുന്നിട്ടുള്ളൂ അമ്മ. അപ്പോഴും തലയിണക്കിടയിൽ രാഗി മിനിക്ക് വെച്ച ഈ മടവാള് മാത്രമാണ് സുജാതയെയും മക്കളെയും കാത്തത്. ആരടിന്ന് ചോദിച്ചാ എന്താടാന്ന് ചോദിക്കാനുള്ള സുജാതയുടെ ധൈര്യമാ അരവിന്ദൻ ഗൾഫിലേക്ക് പോയപ്പോഴും അവിടെയുള്ള 6 പെണ്ണുങ്ങളെയും കാത്തത്. നീ മുതിർന്നൊരു പുരുഷനായ പിന്നെ ഈ മടവാള് പുറത്തെടുക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞാനിത് വീണ്ടും പുറത്തെടുക്കുക, പുറത്തുള്ളവരെ നേരിടാനല്ല, നിനക്ക് വേണ്ടി. ഇനി നീ അരവിന്ദന്റെ വീട്ടിൽ കാല് കുത്തിപ്പോയാ നിന്റെ കാല് രണ്ടും അരിഞ്ഞ് ഞാൻ താഴെയിടും. ജോലി ചെയ്യാൻ കഴിയാതെ നീ മുട്ടുകാലിൽ ഇഴഞ്ഞാലും തൊഴിലുറപ്പിന് പോയിട്ടായാലും നിനക്ക് ഞാൻ ചെലവിന് തരും, പറഞ്ഞേക്കാമെന്ന് ഓർമ്മിപ്പിച്ച് അമ്മ അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും വിനീതും ആകെ നിസ്സഹായതയോടെ ആ കസേരയിലേക്ക് ഇരിക്കുക. അവിടെ റോഡരികിൽ ഒരു കടയുടെ മുന്നിൽ നിർത്തിയിട്ട തന്റെ ബുള്ളറ്റിലിരുന്ന് നിവിൻ തന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവര് തന്റെ സ്കൂട്ടിയിൽ അതുവഴി പാസ് ചെയ്തു പോകുന്നത് നിവിൻ കാണുന്നത്. അവനും കോൾ നിർത്തി അവളുടെ പുറകെ വെച്ചുപിടിച്ച് അവളെ ക്രോസ് ചെയ്ത് തന്റെ വണ്ടി നിർത്തുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.